55, 60, 60, 65, 65 കിടക്കണ കേളാ. ഓടിക്കോ. മാർക്കോസ് എവിടെ നിന്ന്? എനിക്കറിയാൻ പാടില്ല. നിനക്കറിയില്ലല്ലേ? പറയടാ, മാർക്കോസ് എവിടെ? എനിക്കറിയില്ല. പാട്ടി കാഴുവണ്ട മോനെ. ഓനും കൂട്ടരും എവിടെ പോയെന്ന് കേട്ടില്ല. മാർക്കോസേട്ടാ, എന്താണ് നമ്മുടെ തങ്കച്ചന്റെ വെള്ളം അനന്തമൂലയുടെ ആൾക്കാർ തകർത്ത് 3-4 ആളുകൾ ചത്ത്. ഇതൊക്കെ എല്ലാ കൊല്ലവും ഉണ്ടാകുന്നതാ. ഈ ബോട്ടുകാരും വള്ളക്കാരും തമ്മിലുള്ള കശപിശ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2-3 പേര് ചാകുകയും ചെയ്യും. വള്ളക്കാരൻ്റെ തല കൊയ്യൂന്നുള്ള പേടിയൊന്നും എനിക്കില്ല. പിന്നെ മകളുടെ കല്യാണ നിശ്ചയം വെറുതെ അലങ്കോലപ്പെടണ്ടല്ലോ എന്ന് കരുതിയാ ഈ പോലീസ് സെക്യൂരിറ്റി ഒക്കെ ഏർപ്പാടാക്കിയത്. അതേതായാലും നന്നായി. പാവപ്പെട്ട 4 ജീവന് സമാധാനം പറയാണ്ട് ഇവനെ ഞങ്ങളെ വിടൂല. നിയമം ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. മാരകായുധങ്ങളുമായി അതിക്രമിച്ച് കിടന്നാൽ എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ചുമ്മാ വരട്ടല്ലേ സാറേ? പോലീസല്ല പട്ടാളം വന്നാൽ ഇവന്റെ കുടല് പുറത്തെടുക്കാൻ ഞങ്ങ പോവില്ല. ഒരു ബലപ്രയോഗം വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് സ്റ്റേഷനിൽ വന്ന് എഴുതി തന്നാൽ മതി. ഉമ്മണി തന്നതാണല്ല. എന്നിട്ട് എന്ത് കോപ്പിൽ അന്വേഷണമാണ് നിങ്ങൾ നടത്തിയത്? അതെങ്ങനെയാണ്? പാവപ്പെട്ടവന് പരാതി അന്വേഷിക്കുന്ന അസുഖം ഇവിടെ പട്ടിയെ പോലെ കാവൽ നിൽക്കുന്നതാണല്ല. കൈ നിറയെ കായ് കിട്ടുമല്ല. പോക്കിത്തം പറഞ്ഞാൽ അടിച്ചു നിന്നെയൊക്കെ അടിച്ചൊതുക്കാൻ എന്താണ് പട്ടിയാ പൂച്ചേ? ഞങ്ങ കടലിന്റെ മക്കളാണ് കേട്ടാ. തണ്ടും പങ്കായവും പിടിച്ച് തലമ്പിച്ച കൈയാണിത് സാറേ. എല്ലാത്തിനെയും വെട്ടി നുറുക്കും ഞങ്ങ. വേണ്ട സാറേ, വെറുതെ ഒരു ബഹളം ഉണ്ടാക്കണ്ട. അവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാ. ഈ പഞ്ചാര വർത്താനൊക്കെ തന്നെ മറ്റവളടുത്ത് പോയി പറഞ്ഞാൽ കേട്ടാ. 4 കുടുംബങ്ങളെ വഴിയാധാരമാക്കിയിട്ട് ഞഞ്ഞാ പറയണ. അത് മനസ്സിലിരിക്കട്ടെ. നിങ്ങൾ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇന്നെന്റെ മകളുടെ കല്യാണ നിശ്ചയ. ഒറ്റ ബോട്ട് ഞാൻ കടലിറക്കിയിട്ടില്ല. ആളവടിയാക്കല്ലേ കേട്ടാ. അയ്യോ, ഞാൻ ഇപ്പോഴാണ് ഇത് അറിയുന്നത് തന്നെ. ഈ ബോട്ട് തൊഴിലാളികൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണേ ഞങ്ങൾ മുതലാളിമാർ എന്ത് ചെയ്യാനാ? ദയവ് ചെയ്ത് നിങ്ങൾ സമാധാനത്തോടെ തിരിച്ചു പോകണം. മരിച്ച തൊഴിലാളിയുടെ കുടുംബത്തിന് വേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. തന്റെ ഓസാരമൊന്നും വേണ്ട. അവരെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് അറിയാടോ. ആരാണ് ഇത് ചെയ്തതെന്ന് ഞാൻ അന്വേഷിക്കട്ടെ. നിങ്ങളിപ്പോ പിരിഞ്ഞു പോകണം. പോലീസിന്റെ അന്വേഷണം തീരുമാനം കണക്കണത് മുതലാളിമാരുടെ ബംഗ്ലാവിലാണല്ല. എത്രയും വേഗം കൊലയാളികളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഉണ്ടല്ല, മുതലാളിമാരുടെ കഴുത്തിന് മേലെ തല കാണുകയല്ല. ഹലോ, ഹാജരല്ലേ? ഞാൻ അനന്തനാ. അതെ, അവന്മാരിവിടെ വന്നിരുന്നു. ഏയ്, ഞാൻ 4-5 പഞ്ചാര വർത്താനം പറഞ്ഞവരെ തണുപ്പിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ ഏത് നേരവും പൊട്ടിത്തെറിക്കാം. അതെനിക്കറിയാം. ഇതാരാണ്ടപ്പ? ഏതാണ്ട് വരുത്തനാണെന്ന് തോന്നുന്നു. ഒരു വീട്ട് വീടി തന്നെ. ചാവക്കാട് കടാപ്പുറത്ത് ആയിരക്കടത്ത്. ഇതിലിപ്പോ എന്താണ് ഒരു പുതുമ?
എന്ത് വേണം? ചായ നല്ല കടുപ്പത്തിൽ. കഴിക്കാൻ വല്ലതും? വേണ്ട. ഇതിനു മുമ്പ് ഈ തുറയിലൊന്നും കണ്ടിട്ടില്ലല്ല. വരുത്തനാണ്. നാടെവിടെയാണ്? കണ്ടിട്ട് സംഗതി ഇച്ചിരി പരവക്കേടിലാണല്ല. വല്ല കഞ്ചാവ് അടിച്ച് കിറങ്ങി കിടക്കണ പാർട്ടി ആയിരിക്കും കേട്ടാ. ഒരു ജയിൽ പുള്ളിയുടെ മട്ടുണ്ട്. ജയിലിയാടി വന്നതായിരിക്കുവാ. ചാടിയതല്ല, പോകാൻ തയ്യാറായി വന്നതാണ് സെൻട്രൽ ജയിലിലേക്ക്. എന്റെ മോനെ രക്ഷിക്കാൻ ആരുമില്ലേ? ഒന്നും ചെയ്യല്ലേ. എന്റെ മോനെ രക്ഷിക്കില്ലേ? എന്റെ മോനെ മോളെ, കടപ്പുറത്ത് ഇന്നൊരു നേർച്ച പെരുന്നാളിനുള്ള ആളുണ്ടായിരുന്നു. ബോട്ടുകാരായി വഴക്കിട്ടെന്ന് പറഞ്ഞ് നമ്മുടെ മാർക്കോസിക്കാനെ കോയിക്കാതരും കൂട്ടരും തല്ലി. അല്ലാ, എന്നിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോ മുകുന്ദേട്ടന്റെ ചായക്കടയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് കോയിക്കാതറിനെ അടിച്ച് ചമ്മന്തിയാക്കി. ഉമ്മ നേരാ? ഓനാരാ മോളെ? നല്ല നീളവും പൊക്കൊക്കെ ഉള്ള ആളാ. വരത്തനാണെന്നാ തോന്നണത്. ഇനി ഈ കടപ്പുറത്ത് കോയിക്കാതറിന്റെ വെളച്ചിൽ നടക്കൂല. അല്ലാ, ഇനിയെങ്കിലും ഇവിടുള്ളവർക്ക് മനസമാധാനായിട്ടൊന്ന് കഴിയാലാ. ഓന്റെ പേരെന്താ മോളെ? പേര് ബാപ്പുട്ടി. പേര് പോലെ തന്നെ അല്ല, ഉറപ്പാണല്ല കൈക്കും കാലിനും. എടിമേരിയെ, നീ അവിടെ എന്തെടുക്കണേന്? വെള്ളം ചൂടാകാറായ? ആ, കുളിക്കാനല്ല,
ഇത് കച്ച പിടിക്കാനാണ്. നിങ്ങൾ എന്തിനാണ് വെറുതെ തെള്ളിച്ചമ്മീനെ പോലെ കിടന്ന് പടയ്ക്കണത്? ഇതൊന്ന് അനത്തി എടുക്കണ്ടേ? ദേ ഇതാണ് എന്റെ പെണ്ണുമ്പിള്ള. ബാപ്പുട്ടിക്ക കോഴിക്കാതറിന് അടിച്ചു വീഴ്ത്തിയപ്പോ രണ്ട് കൈയും പൊക്കി ആദ്യം കൈ അടിച്ചത് ഇവളാണ് കേട്ടാ. നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കണണ്ട. നീ എന്താണ് പെണ്ണ് കാണാൻ വന്ന മാതിരി ലഞ്ഞിച്ച് മാറി നിൽക്കണത്? തുണിമുക്കി ഒന്നങ്ങാതെ കച്ച പിടിച്ചു കൊടുക്കണ എന്റെ കൊച്ചുമേരി. പൊള്ളണണ്ടാ? ഏയ് എടിയേ, അത്താഴത്തിന് നിന്റെ ചെമ്മീൻ മുളക് ഇട്ടത് വേണം കേട്ടാ. സ്വാറ തിന്നാൻ ബാപ്പുട്ടിക്കുണ്ടാവും. എനിക്ക് വേണ്ട, ഉടനെ പോണം. ആ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണിത്? സോക്കേട് മാറിയിട്ട് പോയാ മതി. വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? കോഴിക്കാതറിനെ കൊണ്ടുള്ള ഇടങ്ങേറി ഇന്നത്തോടെ തീർന്ന്. ഇനി മനസമാധാനമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാവില്ല. അല്ലടി മേരിയെ? ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സൊന്ന് വിളിച്ച കർത്താവ് വിളി കേൾക്കുന്നു. ഇത്രയും ചങ്ങാതിമാരുണ്ടായിട്ട് എന്റെ മോനെ രക്ഷിക്കുക ഒരു വരുത്തനാണല്ലോ വന്നത്. ഒരു മാതിരി ചൊറിയണ വർത്താനം പറയരുത് കേട്ടാ. ഞങ്ങ പുറംകടലിൽ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോഴിക്കാതറും കൂട്ടരും ജീവനോടെ പോവില്ലായിരുന്നു. ഒക്കത്തിനെ വെട്ടി നുറുക്കിയാനെ. ഉവ്വ ഒട്ടി നടക്കാനും ഓസിന് നടക്കാനും എല്ലാരും കാണും. ഉപ്പിനും മുളകനും കൊള്ളാത്ത നീയൊക്കെ എന്തിനാടാ ചങ്ങാതിമാരെന്നും പറഞ്ഞു നടക്കണത്? കൊറേ നേരം വയല തുടങ്ങിയിട്ട് അമ്മയൊന്നും നിർത്തണ്ട. എന്നേലും അവനെ നമ്മുടെ തനിച്ച് കിട്ടാണ്ടിരിക്കില്ല. കോഴിക്കാതറിന് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് പകരം വീട്ടാനൊന്നും നിക്കണ്ട കേട്ടാ. നിന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞ ആളെ ഞാൻ ലാസറേറ്റിന്റെ വീട്ടിൽ വെച്ച് കണ്ടായിരുന്നു. പേര് വാപ്പൂട്ടിന്നാണ്. തെക്കങ്ങാണ്ടാണ് വീട്. ആളിത്തിരി മോശം സ്വഭാവക്കാരനാണെന്നാ തോന്നണം. അയാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നീ ചോദിച്ചാ? അതിന് ചോദിച്ചിട്ടെന്തെങ്കിലും പറയണ്ടേ? ഒരു നല്ല വാക്ക് പോലും പറയാനൊത്തില്ലല്ല. ബോധവും പൊക്കടില്ലാണ്ട് കിടക്കുമ്പോ എങ്ങനെയാണ് നല്ല വാക്ക് പറയുന്നത്? അതിന് ഇനിയും സമയമുണ്ടല്ല. ലാസറിന്റെ വീട്ടിലാണ് അയാക്കടെ പൊറുതി. ഇനി ഇപ്പോഴൊന്നും പോകുകയല്ല. അമ്മ അത് ഇതും പറഞ്ഞു വായില് നാറ്റങ്ങളെ നീ ഓടിയോർന്നു. എടാ ലോറൻസ്, ആ? നമ്മക്ക് പോവാ. ആ. വെളുപ്പിന് പോവാണ്ടതല്ലേ? വരട്ടെ. ഇതെന്താണ് ഇവിടെ വന്ന് കിടക്കണത്? ഇക്കണ്ട നേരമായിട്ടും കാണാണ്ടായപ്പോ ഞാൻ വിചാരിച്ചു കേട്ടാ മിണ്ടാണ്ടങ്ങാട് പോയെന്ന്. അന്തിക്ക് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കടക്കാറ്റ് കൊള്ളണ്ട കേട്ടാ. നീരിറക്കം കൂടും. വാ, മേരി ചോറും വിളമ്പി വെച്ച് കാത്തിരിക്കണേന്ന്. വേണ്ട, എനിക്ക് വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണിത്? അന്തിപ്പട്ടിണി കിടക്കാൻ പറ്റൂല എന്ന്. ബാ, ഇതെന്താണ് ഇങ്ങനെ? ദേ ഒരു ഗ്ലാസ് വിടണ. കുണ്ട് കൊട്ടുവടി ഈ വേദനയും വല്ലായ്മ ഒക്കെ പമ്പ കിടക്കും കേട്ടാ. ഞാൻ കഴിക്കില്ല. ആ നിങ്ങൾക്ക് കള്ള് ഹറാമാണല്ല. എന്നാലേ ഈ കടാപ്പുറത്തുള്ളവർ മുഴുവൻ കുടിക്കും കേട്ടാ. ഞാൻ ആരോടും പറയുകയില്ല. വേണ്ട. ഒന്ന് വേഗം വിളമ്പടി. ഇവിടെ വിശന്ന് കണ്ണും തള്ളിരിക്കണേന്ന്. തിരിങ്ങാടും താടി. ആ ഇതാണ് മേരിയുടെ ചെമ്മീൻ മുളകിട്ടത് സ്പെഷ്യലി. എങ്ങനെയുണ്ട്? അല്ല, നമ്മക്ക് വീട്ടിലാരൊക്കെയുണ്ട്? ആരുമില്ല. ഉമ്മയും ബാപ്പയും കൂടെ പുറപ്പെടും. ആരുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്ത് പറ്റി? ഒന്നും തിന്നാണ്ടാണല്ലോ എഴുന്നേറ്റ് പോയത്. ആ നീ വീട്ടുകാരെ പറ്റി ചോദിച്ചിട്ടാകും. ബാപ്പുട്ടിക്കാക്ക് നല്ല ക്ഷീണം കാണുമല്ലേ? നേരത്തെ കിടന്നുറങ്ങാൻ നോക്ക്. എടി മേരിയെ, ആ ചായപ്പിൽ പായിട്ട് കൊടുത്തേടി. വേണ്ട, ഞാനിവിടെ കിടന്നോളാം. അത് വേണ്ട. ആ കോയിക്കാതൊരു മൂർഖനാണ്. എന്തും ചെയ്യാൻ മടിക്കൂല കേട്ടാ. അങ്ങനെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമോ ലാസറേട്ടാ? ഞാൻ എന്റെ ഇവിടെ കിടന്നോളാം. ഉമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എടി മേരിയെ, പായ പുറത്തിട്ടാ മതി എടിയേ. പുറത്ത് നല്ല തണുപ്പാണ്. ഉറക്കം കിട്ടൂല കേട്ടാ. അകത്ത് കിടന്നാ മതിയായിരുന്നു.
ഇതിനിടെ ഇപ്പൊ പിന്നെയും കയറ്റിയാ? നന്നായിട്ട് കിടന്നുറങ്ങാനാടി. എന്നാ പിന്നെ എനിക്കൂടെ കുറച്ച് ഉറക്കമരുന്ന് വാങ്ങിത്താ. ഒന്നും ഓർക്കാണ്ട് കിടന്ന് നേരം വെളുപ്പിക്കാലോ. കല്യാണം കഴിഞ്ഞ് 4-5 കൊല്ലം വെളിവോടെ കിടന്നതാണല്ല. എന്നിട്ടിപ്പ എന്തായി? ഒരു കുഞ്ഞിക്കാലിന് എനിക്ക് തന്നാടി. അതെന്റെ കുഴപ്പമാണ്. ആ പിന്നല്ലാണ്ട് നിന്റെ ഹാർമോണിയപ്പെട്ടിയുടെ കുഴപ്പമാണെന്നാണ് ഡാക്ടർ പറഞ്ഞത്. ദേ എരണം കെട്ട വർത്താനം പറയരുത് കേട്ടാ. അങ്ങപ്പുറത്തൊരാള് കിടപ്പുണ്ട്. എന്നാ പിന്നെ എന്റെ വായിന്നുള്ള സുനാപ്പിക്കേഷൻ ഒന്നും കേൾക്കാൻ നിൽക്കാണ്ട് കാക്കൂട്ടിന് കയ്യും പറ്റിയാണ് തുറക്കാൻ നോക്കണേ. അമ്മട കിണ്ടി.